ഇന്ത്യ തീരുവ കുറച്ച അമേരിക്കൻ ക്ഷീരോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കർഷകൻ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല, ഇന്ത്യയുടെ വേറൊരു കൾച്ചറൽ പൊസിഷൻ കൂടി അതിലുണ്ട്. കാരണം അമേരിക്കയുടെ കാറ്റൽ ഫീഡ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ നോൺ വെജിറ്റേറിയൻ അല്ല. അതിൻ്റെ കാരണം അതിൽ ബോൺ മീല്, ബ്ലഡ് മീലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മാംസോൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള കാറ്റൽ ഫീഡാണ് അമേരിക്കൻ പശുക്കൾ കൊടുക്കുന്നത്. പ്യുവർ വെജ് അല്ല. അപ്പോൾ നോൺ വെജ് ഫുഡ് കഴിക്കുന്ന പശുവിൻ്റെ പാല് ഇന്ത്യയിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൾച്ചറൽ പ്രശ്നമായി മാറും. ഇപ്പം തന്നെ മോദിയുടെ ഖബർ ഖുദേഗി എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സവർണ്ണ സേനകൾ വീണ്ടും വരും. ആ പാൽ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അത് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ കർഷകർക്ക് നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, ഇതിപ്പോൾ പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, സോയാബീൻ, അതുപോലെ കോൺ, ഇങ്ങനെയുള്ള കുറേ അധികം അമേരിക്കയിൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ, അവിടെ അഗ്രി ബിസിനസ് ആണല്ലോ, അത് മുഴുവൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ കർഷകരുടെ കാര്യം ഗുദാഗവയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എണ്ണയാണ്. എണ്ണയുടെ വിഷയത്തിൽ റഷ്യയിൽ നിന്ന് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യയിലെ അംബാനി, അതുപോലെ നയാര, ഇവരൊക്കെ അത് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് തന്നെ കയറ്റുമതി ചെയ്ത് കാശുണ്ടാക്കുന്നു. ഇന്ത്യക്കാർക്ക് 10 പൈസയുടെ ഉപകാരമില്ലാതൊക്കെ ശരി. ഇനി അതിന് പകരമായി റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആരാ? ട്രംപാണ്. അതേക്കുറിച്ച് ഒരക്ഷരം ഹർദീപ് സിംഗ് പുരിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളോട് പറയേണ്ടത് എന്താണ്? നമ്മളിങ്ങനെ സമ്മർദ്ദത്തെ തുടർന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം അമേരിക്കയെ പിണക്കാതിരിക്കാനോ നമ്മൾ റഷ്യൻ ഓയിൽ വാങ്ങുന്ന നിർത്തുന്നു എന്ന് പറയണ്ടേ? അതെന്താ പറയാത്തത്? ഇനി അമേരിക്കയുടെയും വെനസ്വേലയുടെയും ഓയിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ മുമ്പേ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ റഷ്യ ഓയിൽ തരുന്നുണ്ട്. അമേരിക്കയിൽ നമ്മൾ ഓയിൽ വാങ്ങാത്തത് എന്തുകൊണ്ടാണ്? ആ ഓയിൽ മോശമായതുകൊണ്ടല്ല. ഒന്ന്, അത്രയും ദൂരെ എന്നുള്ള ഷിപ്മെൻറ്റ് ചാർജ് കൂടുതലാണ്. 2, റഷ്യൻ ഓയിലിനേക്കാൾ വില കൂടുതലാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യൻ റിഫൈനറികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇപ്പോൾ ഈ റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന യുറാൽ ഗ്രേഡ് ഓയിൽ റിഫൈൻ ചെയ്യാനുള്ള സ്പെസിഫിക്കേഷനുള്ള റിഫൈനറികളാണ് ഇന്ത്യയിലുള്ളത്. അമേരിക്കയുടെ കുറേ കൂടി ലൈറ്റായിട്ടുള്ള ഓയിലാണ്, കട്ടി കുറഞ്ഞ ഓയിലാണ്. ആ ഓയിൽ റിഫൈൻ ചെയ്യാനുള്ള സ്പെസിഫിക്കേഷൻ ഇല്ല. ഇനി അത് ഇറക്കുമതി ചെയ്താൽ ഇവിടെ റിഫൈനറികൾ ആ സ്പെസിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. പിന്നെ മറ്റൊന്ന്, വലിയ ഇൻഷുറൻസ് തുക വേണ്ടി വരും അവിടെ നിന്നുള്ള ഷിപ്മെൻറ്റിന്. അപ്പോൾ ഇത്രയും നഷ്ടം സഹിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്ന് എന്തിനാണ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒപെക് രാജ്യങ്ങളായ അറബ് കൺട്രീസിൽ, GCC കൺട്രീസിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ ഉയർന്ന തുകയ്ക്ക് കുറേ അധികം ദൂരെ നിന്ന് കൂടുതൽ കപ്പൽ കാശ് കൊടുത്ത് എണ്ണ ഇറക്കുമതി ചെയ്യാൻ പോവാണ്. ഇത്രയും നഷ്ടം സഹിച്ച് ഈ ഇറക്കുമതി ചെയ്യുന്നതിനാണ്. ഉറപ്പായിട്ടും ഈ ഇറക്കുമതി, അത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയും അത് അമേരിക്കയിലേക്ക് വെനസ്വേലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നതോടുകൂടി ഇന്ത്യയിലെ എണ്ണവില കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ എണ്ണവില കൂട്ടുന്നതിനാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ഭാരം അനുഭവിക്കുന്നവരാണ് ഇന്ത്യക്കാരാണ്.